ക്രമക്കേട് നടന്ന പത്തനംതിട്ട മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് മുൻ ഭാരവാഹികളുടെ സ്വത്തുക്കൾ സഹകരണ വകുപ്പ് ജപ്തി ചെയ്തു. മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ, സെക്രട്ടറി ജോഷുവ മാത്യു, ഇവരുടെ ബന്ധുക്കൾ എന്നിവരുടെ 18 കോടിയുടെ സ്വത്താണ് ജപ്തി ചെയ്തത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, എന്താണ് സഹകരണ വകുപ്പിന്റെ നടപടിയുടെ വിശദാംശങ്ങൾ? ഇത് ഉടൻ ജപ്തി എന്ന അതിവേഗ ജപ്തി എന്നൊരു നടപടിക്രമമാണ് സഹകരണ വകുപ്പ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മൈലപ്ര സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഇവരുടെ വസ്തുവകകൾ ഫ്രീസ് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് സഹകരണ വകുപ്പ് കടന്നിരുന്നു. ഈ ജെറി ഈശോ ഉമ്മന്റെയും അതുപോലെ തന്നെ ജോഷുവ മാത്യുവിന്റെയും ഇത് ഈ ഫ്രീസ് ചെയ്യുന്ന നടപടിക്രമങ്ങൾക്കൊപ്പം തന്നെ ഇത് കൈമാറ്റം ചെയ്യാൻ ഒരു നടപടിയിലേക്ക് ഈ രണ്ടുപേരും കടന്നു എന്നൊരു വിവരം ലഭിച്ച ഉടൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു നടപടിക്രമം അതീവ രഹസ്യമായി തന്നെ സഹകരണ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും രേഖാമൂലമുള്ള നോട്ടീസ് അടക്കം കൃത്യമായി നൽകിയാണ് സഹകരണ വകുപ്പിന്റെ നടപടി. 18 കോടി രൂപയുടെ സ്വത്തുവകകൾ, അതിൽ ഭൂമിയുണ്ട്, വീടടക്കമുള്ള പ്രോപ്പർട്ടി ഉണ്ട്, വസ്തുവകകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്തായാലും മൈലപ്രയിൽ നിന്ന് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ഉത്തരവാദികൾ ഈ ജീവനക്കാരാണ്. ഈ ജെറി ഈശോ ഉമ്മനും അതുപോലെ തന്നെ ജോഷുവ മാത്യുവും ആണ് എന്ന കൃത്യമായ വിവരത്തിലേക്ക് സഹകരണ വകുപ്പ് കടന്നിരുന്നു. രണ്ടുപേരുടെയും അറസ്റ്റ് അടക്കം ഉള്ള നടപടിക്രമങ്ങളിലേക്കും കടന്നിരുന്നു. എന്തായാലും ഈ ഏറ്റവും ഒടുവിലാണ് ഇവരുടെ സ്വത്തുവകകൾ 18 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ജപ്തി ചെയ്തിരിക്കുന്നത്. ഇത് മറ്റു നടപടി, നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നിക്ഷേപമുള്ള പണം തിരികെ നൽകാൻ ആവശ്യമായ നടപടിയിലേക്ക് വകവയ്ക്കുമെന്നാണ് സഹകരണ വകുപ്പ് ഇതിനകം തന്നെ അറിയിക്കുന്നത്. വേണു. ശരി, ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.